ഹലോ ഗൈസ്. സോ പറയാൻ വിഷമമുണ്ട്, പക്ഷേ ദിസ് ഇസ് സച്ച് കണ്ടില്ലേ ബാക്ക് സീറ്റിൽ നിന്ന് കരയണൊക്കെ ഉണ്ട്. സോ ലൈക്ക് ദിസ് ഇസ് അവർ ലാസ്റ്റ് വീക്കെൻഡ് ഇൻ ദുബായ്. അമ്മയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അമ്മയ്ക്ക് എസ്പെഷ്യലി ഭയങ്കര സന്തോഷമാണ്, ബിക്കോസ് നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ കേട്ടിട്ട് ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ഞാൻ ഒട്ടുമല്ല. ഐ വിൽ മിസ് ദുബായ്. സച്ച് കൂട്ടപ്പടിയും അച്ഛനും സന്തോഷം. അച്ഛനാണെങ്കിൽ ഏറ്റവും ഗോൾ അടിച്ചിരിക്കുന്നത്. അച്ഛന് ഭയങ്കര സന്തോഷമാണ്. ചിരിച്ചിട്ട് ഗൈസ് കണ്ടില്ലേ, എൻ്റെ സ്വന്തം അച്ഛൻ നല്ല സൂപ്പറായി ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ചിലവാക്കലാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. സോ ഒബ്വിയസ്ലി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അച്ഛൻ സന്തോഷിക്കും. ഇറ്റ്സ് ഓക്കെ. അച്ഛൻ നമ്മളെ മിസ് ചെയ്യില്ല ഗൈസ്. കണ്ടില്ല അച്ഛൻ്റെ സ്നേഹം. സോ നമ്മുടെ കൂടെ ആസ് യൂഷ്വൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ദ ഫേമസ് ദിവ്യ ചേച്ചിയും ദി വെരി ഫേമസ് ബിബി ചേട്ടനാണ്. സോ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ എല്ലാ ലോങ് വീഡിയോസിലും ഇവർ മാത്രമേ ഉള്ളത്. ബിബിച്ചേട്ടന്റെ സന്തോഷം എല്ലാ ലോങ് വീഡിയോസിലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആണ് ഗൈസ്, അത്രയും ക്ലോസ് ആണ്. ലാസ്റ്റ് വീക്കെൻഡ് അടിപൊളി ആക്കണം, അതാണ് നമ്മുടെ മെയിൻ അജണ്ട. സോ നമ്മളിതാ അച്ഛനോ പോവർട്ടിയുടെ കാര്യത്തിൽ സംസാരിക്കരുത്. ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിലും ആർഭാടാക്കണം എന്നല്ലേ ആരോ പറഞ്ഞിട്ടുള്ളത്. ചത്ത് കിടന്നാലും ചമ്മന്തി കിടക്കുന്നൊക്കെ അതന്നെ എക്സാക്ട്ലി. അതെന്റെ വണ്ടിയാണ് റോൾസ് റോയ്സ്. സോ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് എനിക്കറിയില്ല. അച്ഛനാണ് പെഡൽ ചവിട്ടുന്നതും സ്റ്റിയറിംഗ് ഒഴിക്കുന്നതും. ആ വണ്ടിക്ക് പെഡൽ ഉണ്ടാവും, അതറിയില്ല. ഗ്യാസ് പെഡൽ. അച്ഛൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇല്ല, അച്ഛൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പോകുന്നത് ബൗളിംഗ് സെന്ററിലാണ് ഗൈസ്. ഞങ്ങള് വിഭിചേട്ടൻ നന്നായിട്ട് ബൗൾ ചെയ്യും. സച്ചു വിഭിചേട്ടനെ നന്നായിട്ട് ബൗൾ ചെയ്യാൻ അറിയാം. സോ വിഭിചേട്ടന്റെ സ്കിൽസ് ആണ് കാണിക്കാൻ പോണേ ബൗളിംഗ് സെന്ററിൽ. ഓക്കെ, സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗൈസ്. സോ ഞാൻ എന്താ അച്ഛൻ്റെ കൂടെയാണ്. നമ്മൾ എത്തിക്കുന്നത് എവിടെ വെച്ചാൽ മോൾ ഓഫ് എമിറേറ്റ്സ്. അവിടെയാണ് നമ്മളുള്ളത്. ഒരു കാലത്ത് നമ്മുടെ ഫേവറേറ്റ് മോളായിരുന്നു മോൾ ഓഫ് എമിറേറ്റ്സ്. സോ നമ്മൾ കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തി സച്ചു എത്തിയിട്ടുണ്ട്. സോ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിലാണ്. മോൾ ഓഫ് എമിറേറ്റ്സിൽ എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല അച്ഛൻ? വിൻഡോ ഷോപ്പിംഗ് അല്ല, റിയൽ ഷോപ്പിംഗ് ഗൈസ്. എസ്കലേറ്ററിലാണ് ഞാൻ അച്ഛൻ സെറ്റായി. സോ നമ്മൾ റിയൽ ഷോപ്പിംഗിനാണ്. ഈ സച്ചു സ്നേഹിക്കാൻ സമ്മതിക്കുന്നില്ല. ആ ശരിയാ, നിലത്തേക്ക് വീഴും. സോ എൻ്റെ പരിപാടി നോക്കട്ടെ ഗൈസ്. അപ്പോൾ അത് വരെയിരിക്കും. ലോബീസൊന്നും ഇല്ല കേട്ടോ ഇനി. എല്ലാവരും എന്നെ കളിയാക്കാം ഗൈസ്. ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കാം. വൈ? എന്തുകൊണ്ടാണ് എന്നെ കളിയാക്കുന്നത്? ബിക്കോസ് ഞാനൊരു റാപ്പ് ഡ്രസ് ഇട്ടേനാണ് ഇവർ പറയുന്നത്. അയിഞ്ഞു പോവോ ഈഴോ ഈ പെണ്ണ്. എൻ്റെ സ്പെല്ലിംഗ് അറിയോ ഗൈസ്? നമ്മൾ സെൻറ്റർ പോയിന്റിലേക്കാണ് പോണത്. സെൻറ്റർ പോയിന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ സ്പ്ലാഷ് ഉണ്ടാവും, ബേബി ഷോപ്പ് ഉണ്ടാവും. പെർഫ്യൂം കണ്ട ഒരാൾ വീഴും. ബേബി ഷോപ്പ് ഉണ്ടാവും, ഷൂ മാർട്ട് ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ആസ് യൂഷ്വൽ അടിപൊളിയാണ് ഗൈസ്. ക്രിസ്പി ക്രീമി എനിക്ക് അതാണ് വേണ്ട ഗൈസ്. ഞാൻ എൻ്റെ ഉദ്ദേശം വെറും അതാണ്. അല്ല ഒറ്റ ഒരെണ്ണം മതി. ലൈറ്റ് ആയിട്ട് ഒരു 6 ഡോണറ്റ്സ് ഗൈസ്. നമ്മളിതാ ക്രിസ്പി ക്രീമിലേക്ക് പോകുന്നതാണ്. സച്ചിൻ്റെ ദിവ്യച്ചേച്ചി സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് പോലും അറിയില്ല. ക്രിസ്പി ക്രീം ഗൈസ്. ക്രിസ്പി ക്രീമിനോട് ബൈ പറഞ്ഞു. ബൈ ബൈ ക്രിസ്പി ക്രീം. സോ അതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലത്തെ ഒരു സംഭവമായിരുന്നു. ക്രിസ്പി ക്രീം ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പോണ്ട് സെൻറ്റർ പോയിന്റ്. നമുക്ക് സെൻറ്റർ ഷോപ്പിംഗ് ആവാം.
സുന്ദരിയായിട്ടില്ല എന്റെ ചേച്ചി. നമ്മൾ സെന്റർ പോയിന്റിലാണ് പോകുന്നത്. സോ സെന്റർ പോയിന്റില് സ്പ്ലാഷില് എന്ത് ചെയ്യും, എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. സോ സെന്റർ പോയിന്റിൽ സ്പ്ലാഷിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഹോളിഡേ സീസൺ സ്റ്റാർട്ട് ആവാറായി, സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ആവാറായി. അതാണ് ഈ സമ്മർ ഹോളിഡേ ഡ്രസ്സസിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഴയാണ്, ഇതൊന്നും ഇട്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. ബീച്ച് പ്ലീസ്. സോ അച്ഛൻ എന്താ ഇവിടെ ഉണ്ട്. അച്ഛൻ കോഫി കുടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ സച്ചു ഈ തൊപ്പിയും കൂടി വെച്ച് കഴിഞ്ഞാൽ സച്ചു ഊട്ടിപ്പട്ടണ സുമ്മാവാങ്ങണ ഇങ്ങപ്പട്ടണ സിംഗപ്പട്ടണ സുമ്മായിരുന്ന. അയ്യാ, നമ്മുടെ രേവതിക്കുട്ടി തന്നെ. ആ, അറിയാത്ത കാര്യം തുറക്കാൻ നിക്കണ്ട, അതല്ലേ അതിൻ്റെ ഒരു ശരി. കുറച്ചൊരു ജീൻസ് വാങ്ങിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോ അച്ഛൻ എന്താ പറഞ്ഞു, ബാംഗ്ലൂരിൽ മേടിക്കാൻ നല്ലത്, അവിടെ കുറെ സെലക്ഷൻസ് കിട്ടും. അതെ, അവിടെ ഞാനില്ലല്ലോ. അപ്പൊ കാർഡ് കയ്യിൽ ഞാൻ കൊടുക്കണം. സ്വന്തമായിട്ട് കൊടുക്കും. അതെ, സ്വന്തമായിട്ട് ഇല്ല വാങ്ങിച്ചു. ഹാപ്പിയാണ്, വാങ്ങിച്ചു. ബട്ട് ഒരു സാഡ് ന്യൂസ് ഉണ്ട്. അച്ഛനും അമ്മയും ആരെയും കാണാൻ. ഞങ്ങൾ 3 ഗേൾസും ഒറ്റയ്ക്കായി ലോസ്റ്റ് ആയി. അച്ഛൻ വിളിക്കണ്ട്. സച്ച് പിടിച്ചു, സച്ച് പോയി അതിൻ്റെ ഉള്ളിക്ക്. അതാ പോണു. അച്ഛാ ഒന്നുമില്ല, ഈ സൈഡിക്ക് കിടന്നതിനുള്ള എന്റെയാണ് അച്ഛൻ. ഈ എന്ത് മിന്റോസ്. ഓ, ഐഷാഡോ പാലറ്റ്. ആദ്യത്തെ മേക്കപ്പ് ഐറ്റം ഇത് ഗൈസ്. ലിപ്സ്റ്റിക് അല്ലാണ്ട്, ലിപ്സ്റ്റിക് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിരിക്കുന്നതാണ് ഐഷാഡോ പാലറ്റ്. ഗൈസിന്റെ ട്യൂട്ടോറിയൽ നാളെ എടുക്കുന്നതായിരിക്കും ദിവ്യ ചേച്ചി, എങ്ങനെ ഒരു ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്യാന്ന്. ഗൈസ് അങ്ങനെ ഐഷാഡോ ഐഫോണിന്റെ ഗൈസ് അങ്ങനെ ഐഷാഡോ പാലറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കാർഫോറിലാണ് ഗൈസ്. സോ കാർഫോറിൽ നമ്മൾ എന്തിനാ പോകണം, സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറഞ്ഞു. സ്മാർട്ട് അല്ലാത്ത സച്ചുവിന് ഒരു സ്മാർട്ട് ഗൈസ്. സച്ച് കേട്ടു എന്റെ അന്ത്യം. ഗൈസ് ഇതാണ് ലാസ്റ്റ് വ്ലോഗ്. ബൈ. സ്മാർട്ട് അല്ലാത്ത സച്ചുവിന് ഒരു സ്മാർട്ട് വാച്ച്. സച്ചു അത് കേട്ടു ഗൈസ്. ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു വ്ലോഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം കൈ ഒടിച്ച് അവള് തരും. ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടൂല ചന്ദ്രനാടി. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗൈസ് എനിക്കിവിടെ ഭീഷണിയാണ്. ആവശ്യമുള്ളതൊക്കെ നീ മേടിക്കണ്ടേ, അപ്പൊ അവളുടെ ആവശ്യമുള്ളത് അവള് മേടിക്കും. ഗൈസ് ഇവിടെ രണ്ടാമത്തെ മോളെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപ്പ ഇളകും. അതൊന്നുമല്ല, എന്നെ നാട്ടുകാരെ അടിച്ച് ചവിട്ടിയാലും പ്രശ്നമില്ല അല്ലേ. അവിടെ നിന്നൊക്കെ എങ്ങനെയാലും രക്ഷപ്പെട്ടു പോകുന്നു. അതെ അല്ലേ, എന്നാലും 2 അടി കിട്ടിയാലും ഒന്നും വരിക ഒന്നുമില്ല. അമ്മയ്ക്കല്ലേ ഇതുപോലത്തെ TV വേണമെന്ന് പറഞ്ഞു. ഇതുപോലത്തെ ടി വി ഇരുന്ന് കാണാൻ സിനിമയൊക്കെ. അമ്മയുടെ ബിഗ് ബോസ് ഒക്കെ ലൈവായിട്ട് നമുക്ക് വലുതിൽ കാണാം. ഉള്ള ടി വിയില് മന്തി പ്രാവശ്യത്തെ ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമില്ല. ആ ഗൈസ്, ബിഗ് ബോസ് റിവ്യൂ. അമ്മയ്ക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് അത്ര ഇഷ്ടമായില്ല. എന്തുകൊണ്ടാണ് അമ്മ? കണ്ടസ്റ്റൻസ് അപ് ടു ദ ലെവൽ. മോശം എന്ന് പറയാനല്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തിയില്ല. അപ്പൊ അത് ആക്ച്വലി നമ്മുടെ തെറ്റല്ലേ, നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. ഗൈസ് വ്ലോഗ് നിർത്താൻ അമ്മ പറയണേ. വിഭിച്ചന്റെ പല ഓർമ്മകൾ ഗൈസ്. ഓർമ്മകൾ. ഗൈസ് പഴയ TV, ഓൾഡ് ഇസ് ഗോൾഡ്. അച്ഛനെ നൊസ്റ്റ് അടിച്ചിട്ടിരിക്കണ. എന്തൊക്കെയാ അവിടെ നടക്കണേ? എന്താ നമ്മുടെ പ്രശ്നം പറ. അച്ഛൻ പറയും നീ പേ ചെയ്യുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ നിൽക്കും, അച്ഛൻ പേ ചെയ്യും. യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് പാത ഓഫ് എ മദർ. അല്ല സോറി, ഡോട്ടർ. ഫുഡ് കഴിക്കാം. നമ്മൾ മാക്സിലും കയറി ഗൈസ്. മാക്സിലും സാധനം വാങ്ങിച്ചു. ഞങ്ങൾ 2 പേരും വാങ്ങിച്ചു. പേ ചെയ്ത ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? ഞാൻ നല്ല കുട്ടിയെ കൊണ്ട് ഞാൻ ഒന്നും കിട്ടിയില്ല. ഞാൻ നല്ല കുട്ടിയെ കൊണ്ട് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ.
സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, വി ആർ ലൈക്ക് ഡൺ. ഷോപ്പ് ചെയ്യാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് ബിക്കോസ് ഐ എം ടയേർഡ്. അല്ലേ സച്ചു? യെസ് ടയേർഡ്. എന്നിട്ട് അതിന് എന്താ ഭയങ്കര എനർജി? ടയേർഡ് പറയുന്നത് വയ്യ ഗൈസ്, വയ്യ. വി നീഡ് ഫുഡ്. അല്ലേ ഗൈസ്? ഫുഡ് വേണ്ട, ഫുഡ് വേണ്ട. 5 മണി 4:30 ആയി ഗൈസ്. ഇതുമായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ കേട്ടോ. ഇനി മതി, ഷോപ്പിംഗ് മതി. ന്യൂ കപ്പിൾ സ്പോട്ടഡ് ഇൻ ടൗൺ. ആരും പേടിക്കണ്ട, അത് എൻ്റെ അച്ഛനമ്മയാണ്. കണ്ട, കഴിഞ്ഞപ്പോൾ കൈവിട്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ബാലാമണി ഗൈസ്. ലഞ്ച് കഴിച്ചു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ അതിന് വിഷമായിരുന്നു. വിഷമം മാത്രമല്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ലൈക്ക് എന്താ പറയുക, സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഫോർ ഓൾ ദോസ് റീസൺസ് എടുത്തില്ല. ഞാൻ കഴിച്ച ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. ഇറ്റ് വാസ് നൈസ്. സ്പാഗറ്റി, ഐ ഹാഡ് സ്പാഗറ്റി ആൻഡ് ഓൾ. സോ ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്. മോളെ ഫാമിലീസ് തന്നെ ഫുൾ സ്ഥലം കണ്ടിട്ടുണ്ട്. ഞാൻ പെർഫ്യൂമൊക്കെ അടിച്ചതുപോലെ ആവും ട്ടാ, ആലോചിച്ചോ? പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞോ. നമ്മളെ ചുബ ചിപ്സ് റൂം പോവാം ഗൈസ്. നമ്മൾ അതെന്താന്നാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ചുബ ചിപ്സ് റൂം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. ദാ ചുബ ചിപ്സ് റൂം. ഓ മൈ ഗോഡ്, വാവ്. സച്ചു എവിടെയാ? ഗൈസ്, ഇത് വിപിച്ചേട്ടൻ, ഇത് വിപിച്ചേട്ടൻ, ഇത് വിപിച്ചേട്ടൻ. ഇതാണ് വിപിച്ചേട്ടന്റെ ആരാധനാ കഥാപാത്രം. ദി വൺ ആൻഡ് ഓൺലി ബാറ്റ്മാൻ. ആ ബാറ്റ്മാനാണ് ഇവിടെ ഇരിക്കണേ ഗൈസ്. നിദ്രയില ബാറ്റ്മാൻ പോലെ നിക്ക് വിപിച്ചേട്ടാ. എടി അത്ര അടുത്തുനിന്ന് ആർക്കും ഉണങ്ങിന് അറിയാം. ദൈവമേ, സച്ചുവിന്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കി. ഇത് അമ്മ ഒന്ന് ട്രൈ ചെയ്തേ. ആ പോയി. ആ പറ. ആ നടുവിൽ തന്നെ കണ്ടോട്ടെ. നീങ്ങ അത് എന്റെ കയ്യിൽ നിന്റെ അടുത്തേക്ക് വരാനല്ല ഞാൻ പറഞ്ഞത്. വിക്ടറി. നമ്മള് മോളെ ഫെമിനിറ്റിന്റെ എവിടെയാണ് സച്ചു? സ്കീ ദുബായ്. നമ്മളിത് ആക്ച്വലി ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നാച്ചുറൽ സ്നോ ആണുള്ളത് ഗൈസ്. ഇത് മൊത്തം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ സ്കീ ദുബായ് ആണ്. ഇതിനുള്ളിൽ കുറേ റൈഡ്സ് ഉണ്ട്, കുറേ സ്നോയിൽ എക്സ്പീരിയൻസ്. സ്വിറ്റ്സർലാൻഡിൽ പോയ എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു സ്കീ ദുബായിൽ. നമ്മൾ കിഡ്സ് ആയിരുന്നു, ഭയങ്കര 2 ചെറിയ പിള്ളേരായിരുന്നു. അതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ റെയിലിൽ പോകുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബിക്കോസ് വി വർ സ്കെയർഡ് ഓബ്വിയസ്ലി. സോ ആ ഒരു മെമ്മറി ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വെറുതെ വന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അച്ഛനൊരു ഇടം വരെ പോയിക്കാണ്, കുറച്ച് ബിസിയാണ്. അച്ഛൻ വരുന്ന വരെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഹലോ ഗൈസ്. സോ നമ്മൾ ഇനി അടുത്തത് പോണത്, അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത് POINT എന്നല്ല, ഇത് POINTE ഉണ്ട്. അപ്പോൾ പോയിന്റ് എന്ന് ചിലർ പറയും, ദ പോയിന്റ് എന്ന് ചിലർ പറയും. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം സംഭവം. ആക്ച്വലി ഇത് വരുന്നത് അവിടെ ജുമേര പാം ജുമേരയിലാണ് ദ പോയിന്റ് വന്നിരിക്കുന്നത്. ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ, കോക്കം അടിപൊളി ഡെസ്റ്റിനേഷൻ. ഓക്കെ ഗൈസ്, സോ ബാക്കി നമുക്ക് കാണാം. നമ്മൾ പോയിന്റിലേക്ക് നടക്കാം. അറ്റത്ത് ഒരു വലിയ സംഭവം, അതാണ് നമ്മുടെ അച്ഛനും വിച്ചേർന്നല്ല ഇത്, അതാണ് നമ്മുടെ പാം ജുമേര. ഓക്കെ, അതാണ് പാം ജുമേര ഗൈസ്. സോ അതിൻ്റെ അടുത്താണ് ദ പോയിന്റ്സ് എഴുതിയിരിക്കുന്നത്. അറബിക്സ് കണ്ടിട്ടില്ലേ, ദ പോയിന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഇംഗ്ലീഷിൽ എഴുതിച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെട്രോ അല്ല ഗൈസ്, ഇത് മോണോറെയിലാണ്. നമ്മൾ അറ്റ്ലാന്റിസിലേക്ക് പോകുന്ന മോണോറെയിൽ. ഓക്കെ, പുതിയ അഡീഷനാണ്.
ഐ മീൻ വന്നിട്ട് കുറച്ച് അല്ലേ ഞാൻ കാണേണ്ട ആദ്യമായിട്ട്, കാരണം ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോയിന്റ് അത്ര ഫേമസ് ആയിരുന്നില്ല ആ സമയത്ത്, ഫേമസ് ആവുന്നുണ്ടായിരുന്നു. നമ്മളും അമ്മയ്ക്ക് വന്നിട്ടാണ് അത് ഫേമസ് ആക്കിയത് അല്ലേ അമ്മ? അതെ, യെസ്, അമ്മയ്ക്ക് വന്നിട്ടാണ് ഫേമസ് ആക്കിയത് ഗൈസ്. ഈ പോയിന്റിൽ ആരും ഇല്ല ഗൈസ്, നമ്മളിതിന്ന് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തതാ. പോയിന്റിൽ ആരും ഇല്ല, നമ്മൾ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നതാണ് ഈ മൊത്തം സ്ഥലം. ഇന്ന് ആരും ഇല്ല എന്നാ കേട്ടെ. എന്താ കണ്ടില്ലേ, അറ്റ്ലാന്റിസ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറേ കാശ് അറിയണം, പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമില്ല. പണം പോട്ടെ പ്രതാപം വരട്ടെ അല്ലേ. അതുകൊണ്ട് ഞങ്ങളിതൊന്നും നോക്കില്ല, ഒറ്റ മൈൻഡ് ബുക്ക് ചെയ്തു. ഇവരൊക്കെ ഞങ്ങളുടെ ഫാമിലി ആട്ടോ, ഈ നിൽക്കുന്നവരൊക്കെ അല്ലമ്മ. അതുണ്ടല്ല, അതൊക്കെ ആരുടെ ഫാമിലി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഗൈസ് കണ്ടില്ലേ, നമുക്ക് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ദി പോയിന്റ് ആക്ച്വലി പണിതത്. ഷോപ്പിംഗ് ഭാഗം അപ്പുറത്ത് എവിടെയുണ്ട്. ഈ ഷോപ്സ് ഒക്കെ ഇതാണ്. എന്താ ഇന്ന് ക്ലോസ്ഡ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, വീക്കെൻഡാണ്, സോ ഷുഡ് നോട്ട് ബി ക്ലോസ്ഡ്. കണ്ടില്ലേ, അങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് താഴേക്ക് ഇറങ്ങാം. അവിടെ ആറ്റത്തൊക്കെ ബീച്ച് ബാഗ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം, കുളിക്കാം, എന്താ പറയുക ചെയ്യാം. ഇതാണ് ഗൈസ് ദ പോയിന്റ്. അത് അറ്റ്ലാന്റിസ്, ഇത് പോയിന്റ്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ്. ഇത് മോണോറെയിൽ. ഗൈസ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞില്ലേ ഈ പോയിന്റ് മൊത്തം ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഈ മൊത്തം സ്ഥലം നമുക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് രസത്തിന് വേണ്ടി ബുക്ക് ചെയ്തതാണ്. സോ കണ്ടില്ലേ, ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞില്ലേ, പൈസ ഒന്നും നോക്കിയില്ല, അങ്ങ് വാരി എറിഞ്ഞു. പൈസ പോട്ടെ, പ്രതാപം വരട്ടെ അല്ല അച്ഛൻ? പ്രതാപൻ വരും. പ്രതാപനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ വരുന്നുണ്ട്, പ്രതാപൻ വരുന്നുണ്ട്, പിന്നെ സുനിൽകുമാറും വരുന്നുണ്ട്, സുരേഷ് ഗോപി വരട്ടെ, എല്ലാരും വരട്ടെ. അവർക്കൊക്കെ ഞാൻ ഈ പോയിന്റ് ബുക്ക് ചെയ്ത് കൊടുക്കും. ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. അതെ, കാര്യം ചെയ്യാം, നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുക, ഞാൻ വണ്ടി കൊണ്ട് ഇവിടെ വരാം. ഓക്കെ, ഇനി ഇവിടെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. സംഭവം എന്താണെന്നറിയോ, ദ പോയിന്റ് ആക്ച്വലി ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. നമ്മ എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? അറിയില്ല. ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഇത് വന്നപ്പോൾ ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു. ഇന്ന് നത്തിങ് ഹാപ്പനിങ് ആയി. നത്തിങ് ഹാപ്പനിങ്. ഐ ഡോണ്ട് നോ. ഐ എം ആക്ച്വലി റിയലി സാഡ് അബൌട്ട് ദിസ്. കാരണം നല്ലൊരു സ്ഥലമായിരുന്നു അല്ലമ്മ. സൺസെറ്റ് ഒക്കെ കാണാം, 7up ഒക്കെ കുടിച്ച് ബീച്ചിലിരിക്കാം. ബീൻ ബാഗ്സ് വരെ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഗോവയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് പൈസ കൊടുക്കണം. പക്ഷേ ഐ ഫീൽ ബാഡ് അബൌട്ട് ദിസ്. ആ മാക്ഡൊണാൾഡ് വരെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് സച്ചു കണ്ടില്ലേ അറ്റത്ത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അയ്യോ സോറി, സെൽഫിയിൽ സൂം ചെയ്യാൻ പറ്റില്ല. സച്ചു വരെ എല്ലാരും പ്ലിങ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. പ്ലിങ് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പ്ലിങ് 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 പ്ലിങ്. അല്ലെങ്കിൽ അടിയിട്ടു. കണ്ടില്ലേ, ഇതാണ് പോയിന്റ്. ഓക്കെ, സച്ചു കുറച്ച് ക്യാമറ ഷൈ ആണ് ഗൈസ്. നിങ്ങൾക്ക് എന്താണ് പോയിന്റിനെ കുറിച്ച് പറയാനുള്ളത്? ദീപി ചേട്ടൻ. നോട്ട് ദ പോയിന്റ്. ഏയ് ദൈവമേ, നെക്സ്റ്റ്. ദീപി ചേച്ചി എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് റിമെമ്പർ ദ പോയിന്റ്. അമ്മ എന്താണ് പറയാനുള്ളത്? ഗിവ് ദ പോയിന്റ്. സച്ചു? നോ പോയിന്റ്. എന്റെ പൊന്നേ, സംഭവങ്ങളാണ് ഗൈസ്. പിന്നെ അവിടെ കണ്ടില്ലേ എന്തൊക്കെയോ പറക്കുന്നുണ്ട് ഗൈസ് മുകളിൽ. എന്താ സംഭവം എനിക്കറിയില്ല. ഹോട്ടൽ ബലൂൺ തോന്നുന്നു. പോയിന്റ് വാസ് എ ഡിസപ്പോയിൻമെന്റ്. ഒന്നുമില്ല, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് വാസ് ക്ലോസ്. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ചെവിയിൽ പൂവൊക്കെ വെച്ച് ഞങ്ങളത് ആഘോഷിക്കാം. അതെ, ചെവിയിൽ പൂവൊക്കെ വെച്ച് എല്ലാം. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇതൊരു ഡൗൺ ആയിരുന്നു. സോ വാട്ട്, ഇത്രയും നമ്മളെല്ലാം ആഘോഷിക്കണം. അതെ, നമ്മളെല്ലാം ആഘോഷിക്കാം. സോ ദാറ്റ് വി ആർ നോട്ട് സാഡ്. പിന്നെ എന്താ, അപ്പം നമ്മൾ പോയിന്റിനോട് ബൈ ബൈ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നു നക്കീൽക്കാർ നന്നായിട്ട് റീഡെവലപ്പ് ചെയ്യട്ടെ ഈ സ്ഥലം. റീഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം വരുമ്പോൾ ഇതൊരു നല്ല അടിപൊളി പ്ലേസ് ആവട്ടെ, നമുക്ക് കാണാൻ പറ്റട്ടെ അല്ല ചേച്ചി? സോ നമ്മളിതാ യാത്രയായി ഗൈസ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ബൈ.